ഹലോ എവരി വൺ, വെൽക്കം ടു ടെക് റൂട്ട്സ്. ഞാൻ കഴിഞ്ഞ തവണ ചെയ്ത JBL Bar 500ന്റെ ഫുൾ റിവ്യൂ നല്ല റെസ്പോൺസ് ആയിരുന്നു നിങ്ങളെല്ലാവരും തന്നത്. വലിയ വ്യൂസ് ഒന്നുമില്ല, എന്നാലും ഐ ആം ഹാപ്പി. കാണാത്തവർ കാണുക. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയും സൗണ്ട് ബാറിനെ കുറിച്ചുള്ളതാണ്. 25,000 രൂപയ്ക്ക് താഴെയുള്ള ബെസ്റ്റ് സൗണ്ട് ബാർസ് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. 25,000 രൂപയ്ക്ക് താഴെ ഒരുപാട് സൗണ്ട് ബാർസ് ഉണ്ട്. എന്നാലും ക്വാളിറ്റി വൈസും എനിക്ക് ഇഷ്ടപ്പെട്ടതുമായ സൗണ്ട് ബാർസിനെയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. സോ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു സൗണ്ട് ബാർ എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. I bring it to the mad light. Ain't got time to kill, I got time to feel. I took the red pill. I know life's short, so I wanna live real. But how's it supposed to feel? ഒന്നാമത്തെ സൗണ്ട് ബാർ സോണി ST-S40R ആണ്. ഈ ഒരു സൗണ്ട് ബാറിന്റെ ആമസോൺ പ്രൈസ് വരുന്നത് 23,988 രൂപയാണ്. രണ്ടാമത്തേത് സാംസങ് B സീരീസ് സൗണ്ട് ബാർ B750D ആണ്. They wanna say my name, but they holding back. They wanna say they hate, but they know it's cap. I ain't play no games, I just do that's fact. And I don't feel no shame, it's a mood you lack. I go crazy, nah, but I ain't lazy. Track after track, I work on the... ഈ ഒരു സൗണ്ട് ബാറിന്റെ വില വരുന്നത് 22,989 രൂപയാണ്. മൂന്നാമത്തത് LG S65TR ആണ്. To be a legend instead of something you can forget. I'm living up every breath. I'd rather lead than be led. I'll fill the seats as I spread with every word that I've said. ഈ ഒരു സൗണ്ട് ബാറിന്റെ ആമസോൺ പ്രൈസ് വരുന്നത് 22,989 രൂപയാണ്. നാലാമത്തെ സൗണ്ട് ബാർ JBLന്റെ ബാർ 2.1D Bass MK2 ആണ്. ഈ ഒരു സൗണ്ട് ബാറിന്റെ വില വരുന്നത് 19,999 രൂപയാണ്. ഇതൊക്കെയാണ് എൻ്റെ ചോയ്സസ്. നിങ്ങളുടെ ചോയ്സ് എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പറയൂ, ഏത് സൗണ്ട് ബാറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? കമൻറ്റിൽ പറയും. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ഫ്രോം പ്രജിത്ത്.